മൺപാത്രങ്ങളിൽ ഇപ്പോൾ വേവുന്നത് കണ്ണീരിൽ കുതിർന്ന നഷ്ടത്തിന്റെ കണക്കുകളാണ്. ഉൽപാദന ചെലവ് താങ്ങാനാകാതെ പാരമ്പര്യ തൊഴിൽ ഉപേക്ഷിക്കുകയാണ് കുംഭാര സമുദായം. ഞങ്ങൾ ഇത് പൊട്ടിപ്പോയാലും ഇതിൽ നഷ്ടം വന്നാലും ഞങ്ങൾക്കൊന്നും ജീവിക്കാൻ വേറൊരു വഴിയില്ല. അപ്പം ഞങ്ങൾക്ക് പണ്ട് ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ കൂലിപ്പണിക്കൊന്നും പോയി ഞങ്ങൾക്ക് ശീലമല്ല. പകലന്തിയോളം മണ്ണ് കുഴച്ച് പാത്രങ്ങൾ ഉണ്ടാക്കും. ആ പാത്രങ്ങൾ ചുട്ടെടുത്ത് ഉണക്കി തലച്ചുമടായി കൊണ്ടുപോയാണ് വിൽപ്പന. വർഷങ്ങളായി പരിമിതമായ സാഹചര്യങ്ങളോട് പൊരുതി ജീവിക്കുന്നവർ, മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലാക്കിയ കുംഭാരന്മാർ. കുലത്തൊഴിലിനെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന മനുഷ്യരാണിവർ. എന്നാൽ എത്ര അധ്വാനിച്ചാലും അന്നന്നത്തെ അന്നത്തിന് പോലും തികയില്ല. മക്കളുടെ വിദ്യാഭ്യാസം നടക്കണമെങ്കിൽ മുണ്ടു മുറുക്കി ഉടുത്തേ പറ്റൂ. മാറി മാറി വന്ന സർക്കാരുകളൊന്നും ഈ മനുഷ്യരെ കണ്ടിട്ടില്ല. നഷ്ടം കൊണ്ടാണെങ്കിൽ മണ്ണിനും ഭയങ്കര വിലയാണ്. ഇപ്പോൾ പൂയാന്ന് കിട്ടുന്നില്ല, പിന്നെ വെറും അതൊന്നും കിട്ടുന്നില്ല, പിന്നെ കളിമണ്ണ് അത്രയും തീരം കിട്ടുന്നു. വയലിൽ കുഴിക്കാനും സമ്മതിക്കുന്നില്ല. കുറച്ച് മണ്ണോടും ബാക്കിയുണ്ട്, അത് കഴിഞ്ഞാൽ നാളെ നിർത്തി. കളിമണ്ണിന്റെ ക്ഷാമവും അസംസ്കൃത വസ്തുക്കളുടെ വില വർധനവും നിർമ്മാണ ചെലവിന് ആനുപാതികമായി വിലയില്ലാത്തതുമാണ് പ്രതിസന്ധി. പരമ്പരാഗത തൊഴിൽ വ്യവസായ പട്ടികയിലും ഇവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതുവരെ മൺപാത്ര തൊഴിലിനെ പരമ്പരാഗത തൊഴിലാളി അംഗീകരിച്ചിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിന് വേണ്ടി പല നിവേദനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യാതൊരു മറുപടിയൊന്നും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മഴക്കാലം എന്നാൽ പട്ടിണിക്കാലമാണ്. വരാനിരിക്കുന്ന ദുരിതങ്ങളുടെ പെരുമഴക്കാലത്തെ എങ്ങനെ അതിജീവിക്കും എന്നതാണ് മുന്നിലുള്ള വലിയ ആശങ്ക. ഇനി മഴക്കാലമായാലും 3 മാസം പിടിക്കും ചോള വെക്കാൻ. പിന്നെ ചോള വെച്ച് കഴിഞ്ഞാൽ പിന്നെ മഴക്കാലമായാലും ഇപ്പോൾ ചിലവും കുറവാണെങ്കിൽ പിന്നെ കർക്കിടകമായാലും ആരും വാങ്ങൂല, കാലം വാങ്ങൂല. 100 ചോളയ്ക്ക് വെച്ചാൽ 25 കിട്ടും. 25 പോയില്ലേ, ഞങ്ങൾക്ക് നഷ്ടമല്ലേ. പിന്നെ അങ്ങനെ ജീവിച്ചു പോകുന്നപ്പോൾ പട്ടിണിയില്ലാണ്ട് പോകുന്നുണ്ട്. 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് ശരാശരി 75% പേർ മൺപാത്ര നിർമ്മാണ തൊഴിൽ ഉപേക്ഷിച്ചു എന്നാണ് കേരള കുംഭാര സഭയുടെ കണക്കുകൾ. തങ്ങളൊരു വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ടാണോ ഈ അവഗണന എന്നാണ് ഇവരുടെ ചോദ്യം. പുതിയ സർക്കാരിലാണ് പ്രതീക്ഷ.